ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ കീമിനെ പറ്റി പറയാൻ പോകണം. കീം എങ്ങനെ പഠിച്ചു തുടങ്ങണം? ഇനിയിപ്പം 2-3 മാസങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. സോ ഇത്രയും മാസങ്ങൾക്കിടയിൽ നമുക്ക് കീം എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആൻഡ് ഓൾസോ എങ്ങനെ പഠിക്കണം എന്നുള്ള ക്വസ്റ്റ്യൻ കൂടെ. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ഇതുവരെ നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പറയണു, എത്രയും പെട്ടെന്ന് സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. അതായത് എല്ലാ ചാപ്റ്ററും പഠിച്ചിരിക്കണം. ആൻഡ് എല്ലാ ചാപ്റ്ററിനും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കണം. 11 തൊട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ, 11 തൊട്ട് +1 +2 എല്ലാ ചാപ്റ്റേഴ്സിനും ഒരു ബേസിക്, ഓക്കെ, ലൈക്ക് ഇപ്പം ഇതെന്താണ്, ഇതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, കീമിനൊരു ബേസിക് നോളജ് NCERTയുടെ മസ്റ്റാണ്. എന്നാൽ +2 എഴുതണമെങ്കിലും നല്ല മാർക്ക് കിട്ടണമെങ്കിലും ബേസിക് നോളജ് വേണ്ടേ? ഓക്കെ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ NCERTയുടെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ, അത് ചെയ്യാനിരിക്കരുത്. കാരണം അത് ഇച്ചിരി ടഫാണ്. ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ റെയർലി ആസ്ക്ഡ് ഇൻ കീം. സോ ആ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നും പ്രാക്ടീസ് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് PYQs ആൻഡ് മോക്ക് ടെസ്റ്റ് ആണ്. PYQs പോലെയുള്ള ക്വസ്റ്റ്യൻസ്, PYQസിലെ ക്വസ്റ്റ്യൻസും അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെ പ്രാക്ടീസ് ചെയ്യണം. അല്ലാണ്ട് NCERTയുടെ ബാക്കിലുള്ള ഭയങ്കര കാൽക്കുലേഷനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. NCERT പഠിച്ചിരിക്കണം. അതിലത്തെ കെമിസ്ട്രി ഒക്കെ NCERT വേർഡ് ബൈ വേർഡ് ഒക്കെ പഠിക്കണം. ലൈക്ക് NCERTയിൽ ഉള്ള സാധനങ്ങളാണ് കീമിന് വരാൻ സാധ്യത. ഓക്കെ, ലൈക്ക് അതിന് വെളിയിലായിട്ടുള്ള ഒന്നും വരാൻ സാധ്യതയില്ല. സോ NCERT എന്തായാലും തറവായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ നിങ്ങളിപ്പോൾ JEEക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, JEEക്ക് പ്രിപ്പയർ ചെയ്യാണ്, JEE ടഫായി തോന്നുന്നു, അതുകൊണ്ട് നിങ്ങൾ കീമാണ് കൂടുതൽ നോക്കണമെങ്കിൽ അത് വെരി ബെസ്റ്റാണ്. കാരണം JEE എനിക്കറിയാം ഭയങ്കര ടഫാണ്. ചില സമയത്ത് നമുക്കത് ക്രാക്ക് ചെയ്യാനുള്ള നമുക്ക് പറ്റത്തില്ല. ഓക്കെ, ലൈക്ക് ടഫാണ്, ദാറ്റ് ഈസ് ടഫ്. അഡ്വാൻസ് അല്ല, ഞാൻ മെയിൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. മെയിൻസും ടഫാണ്. അപ്പം എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ JEEക്ക് അഡ്വാൻസിന് വേണ്ടിയൊക്കെ പഠിച്ചിട്ട് ലൈക്ക് കീമിന് ലൈക്ക് ലോ റാങ്ക് കിട്ടിയിട്ടും കുറച്ച് കീമിന് അത്യാവശ്യം റാങ്ക് കിട്ടിയിട്ട് GEC തൃശ്ശൂരിലും പിന്നെ TKത്തിലും ഒക്കെ പഠിച്ച്, TKത്തിലൊക്കെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, ലൈക്ക് അവർ JEE മെയിനായിരുന്നു ഫോക്കസ് ചെയ്തത്, പക്ഷേ അവർക്ക് കീമിന് നല്ല റാങ്ക് കിട്ടി. സോ ലൈക്ക് നമ്മൾ ആ ഒരു ലെവലിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് താഴെയുള്ള ലെവലിൽ കിട്ടും എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ലൈക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിരിക്കണം. ലൈക്ക് നമുക്ക് ആ ഒരു ലെവലിൽ പഠിച്ചാൽ നമുക്ക് ഇതെങ്കിലും പാസ്സായി കിട്ടും. ലൈക്ക് ഓക്കെ. ആൻഡ് നെക്സ്റ്റ് തിങ്, നമ്മൾ കീമിന് വേണ്ടിയാണ് പഠിക്കണത്. അതിന് സ്ട്രെസ്സൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ലൈക്ക് നമ്മുടെ പാരൻസൊക്കെ ഉണ്ടാവും, അവർക്ക് ഭയങ്കര സ്ട്രെസ്സ് തരും. ലൈക്ക് നമുക്കിപ്പം ഒരു പരീക്ഷയ്ക്ക് നമുക്ക് വളരെ കുറച്ച് മാർക്ക് കിട്ടിയാൽ നമ്മൾ ഡിപ്രസ്ഡ് ആവാനൊന്നും പാടില്ല. കാരണം കീം നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് വരുന്നത്. അതിൻ്റെ റാങ്കിങ് സിസ്റ്റമും അതിൻ്റെ നോർമലൈസേഷൻ മാർക്കൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സിസ്റ്റമാണിത്. ഗവൺമെൻറ് സിസ്റ്റം അല്ലേ, നമ്മൾ പ്രതീക്ഷിക്കത്തില്ല. സോ നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ട് നമ്മൾ ഒന്നും എഴുതാതെ പോയിട്ട് അവർ പെട്ടെന്നൊരു നിയമം കൊണ്ടുവരികയാണ്, നമുക്ക് പ്രതിഫലമാണ്, നമ്മളോട് അനുബന്ധിക്കുന്ന ഒരു നിയമം വരുവാണെങ്കിൽ, പക്ഷേ നമ്മൾ അത്രയും എഫേർട്ട് നമ്മൾ ഇട്ടില്ലെങ്കിലോ, പറയണത് മനസ്സിലാവുണ്ടോ എന്നറിയില്ല, പക്ഷേ പറയണ പോയിൻ്റ് ഇതാണ്, നമ്മൾ എഫേർട്ട് ഇടണം, നമ്മൾ ആത്മാർത്ഥമായി പഠിക്കണം. അവർ അതായത് നമുക്ക് റാങ്ക് കുറഞ്ഞെന്ന് വെച്ചുകൊണ്ട് നമ്മൾ പഠിത്തം കുറയ്ക്കരുത്. ലൈക്ക് നമ്മൾ ഡിപ്രസ്ഡ് ആവും, അത് സ്വാഭാവികമാണ്. ചില സമയത്തൊക്കെ നമുക്ക് കഴിയില്ല എന്നൊക്കെ പറ്റും, നമുക്ക് തോന്നും. പക്ഷെ എന്നാലും നമ്മൾ പോയി ആ ഒരു മോക്ക് ടെസ്റ്റ് എഴുതണം. വീണ്ടും പോയി വീണ്ടും PYQ തുറന്ന് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ നോക്കണം. ഒരു ക്വസ്റ്റ്യൻ കിട്ടണില്ല, ഇത് എത്ര ശ്രമിച്ചിട്ടും കിട്ടണില്ല, ശരി എന്ന് വെച്ച് അടച്ചു വെക്കാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. ആ ക്വസ്റ്റ്യൻ വിട്ടോ, ആ ക്വസ്റ്റ്യൻ നമുക്ക് വേണ്ട, അടുത്ത ക്വസ്റ്റ്യൻ മതി. ഓക്കെ, ലൈക്ക് ഡിപ്രസ്ഡ് ആവാൻ പാടില്ല. പിന്നെ ഡിപ്രസ്ഡ് ആയിക്കോ, അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഇറങ്ങി വരണം, എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യണം. ഓക്കെ. ആൻഡ് ഇത് ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ്. ഇത് കീം നടത്തുന്നത് തന്നെ ഗവൺമെൻറ്റാണ്. സോ അത് അപ്രതീക്ഷിതമായി കുറേ നിയമങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ ഓർക്കുകയേ ചെയ്യരുത്. നിങ്ങൾ ജസ്റ്റ് പഠിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ, പഠിക്കുക. ആൻഡ് പഠിത്തത്തിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം ഇപ്പം നിങ്ങൾക്ക് തിയറി അറിയത്തില്ലെങ്കിൽ അല്ലെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തിയറി പഠിക്കുക. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അത് NCERTയുടെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ പകുതി പോലും ചെയ്തിട്ടൊന്നുമില്ല. ഓക്കെ. സോ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ PYQ ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതുപോലുള്ള ക്വസ്റ്റ്യൻസ് തപ്പിയെടുത്ത് ചെയ്യാം. ലൈക്ക് കീമിൻ്റെ കുറേ ബുക്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അതിലത്തെ ഓരോ ക്വസ്റ്റ്യനും മനസ്സിലാക്കി പോകുക. ഓക്കെ. ആൻഡ് യെസ്, നല്ലോണം ഫുഡ് കഴിക്കുക, നല്ലോണം ഉറങ്ങുക,
Okay, and do your best on your exams. Bye bye.